Hello, welcome to Rich Chart Talks. Hi everyone, it's me Rahul. Welcome to Rich Chart Talks. സോ ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അത് ലാസ്റ്റ് ഡേയുടെ ചാർട്ടാണ്. ഓക്കെ, ഇതെല്ലാം ഇന്നത്തെ ചാർട്ട്, എക്സ്പയറി ഡേയുടെ ചാർട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ 26,000 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് 26,100 ഇത് നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് എടുക്കാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന്റെ മുകളിൽ ക്ലോസ് വന്നിട്ടില്ല, മാർക്കറ്റ് താഴോട്ടാ പോകുന്നെങ്കിൽ, നമ്മൾ ഇവിടെ നിന്നാണ് ഒരു നല്ല പ്രൈസ് ആക്ഷൻ മുകളോട്ട് കാണുമ്പം, അതായത് തിരിച്ച് മുകളിലോട്ട് നമ്മൾ താഴോട്ട് സെല്ലിംഗ് ട്രേഡിലോട്ട് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു 25,720 താഴെ പോകണം എന്ന് നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് 720 താഴെ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളൊരു സെല്ലിങ്ങിലോട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, സോ നമ്മുടെ വ്യൂ ഒരു ഡിപ്പ്, അതായത് എവിടുന്നാണോ ഒരു പ്രൈസ് ആക്ഷൻ മുകളോട്ട് കാണുന്ന സമയത്ത് നമുക്ക് എടുക്കാമെന്നായിരുന്നു നമ്മുടെ ഒരു അനാലിസിസ് അല്ലെ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അതായത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് മുകളോട്ട് ഒരു ഫേക്ക് മൂവ് കാണിച്ചു. അതായത് ഫേക്ക് മൂവ് നമ്മൾ ഈ ട്രേഡ് നമ്മൾ ചെയ്തില്ല, കാരണം ഇതിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് വന്നിട്ട് ഫോളോ അപ്പ് ക്യാൻഡിൽ വന്നിട്ടില്ല. അതായത് അത് കഴിഞ്ഞിട്ട് അടുത്ത ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കേണ്ട ക്യാൻഡിൽ, അതായത് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ 15 മിനിറ്റ്സ് നമ്മൾ ഒബ്വിയസ്ലി അത് ക്ലോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുമല്ലോ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ക്യാൻഡിൽ അതിന്റെ മുകളിൽ വന്നാലല്ലേ നമ്മൾ എൻട്രി എടുക്കത്തുള്ളൂ. സോ അടുത്ത ക്യാൻഡിൽ എവിടെ വന്നത്? അതിന് താഴെയാണ് വന്നത്. സോ അതിന് താഴെ വന്നത് കൊണ്ട് തന്നെ നമ്മൾ എൻട്രി എടുത്തിട്ടില്ല. സോ അത് താഴോട്ട് പോയി. നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 20ാമത്തെ ഡേ ലോ, ഈ ഒരു 20ാമത്തെ ഡേ ലോ അല്ലെങ്കിൽ തലേ ദിവസത്തെ ഡേ ലോ, അതായത് ഇന്നലത്തെ ഡേ ലോ ആ ഏരിയയിൽ വന്നപ്പം നമുക്ക് ഒരു ബുള്ളിഷ്നെസ് ഇവിടുന്ന് കാണിച്ചു. ഓക്കെ, ഇവിടുന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോയി ഒരു ട്രെൻഡ് ലൈൻ വിടുന്നുണ്ട് മുകളിൽ നിന്ന്. ആ ട്രെൻഡ് ലൈനിൽ തട്ടി റിവേഴ്സ് ആയി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? പിന്നെ തിരിച്ച് താഴെ വന്ന് നമ്മുടെ അതേ ലോയുടെ തന്നെ കുറച്ചുകൂടെ താഴെ വന്നു. അതായത് ഇവിടുത്തെ ലിക്വിഡിറ്റി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് ഒരു റിവേഴ്സാ കാണിച്ചത്. സോ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് കാണിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈൻ ഉണ്ട്. നമ്മൾ അതിന് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടെ ഒരു ലോ ഉണ്ടാക്കിയപ്പം ഇവിടെ ഒരു ഹൈ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ലോ കണ്ടോ. മാർക്കറ്റ് ഒരു ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ പ്രൈസ് മുകളിലാണ്. അതായത് ഈ പ്രൈസ് എത്ര? 25,828, 25,828 ആണ് ഈ ലോ എവിടെയെന്ന് നോക്കിയേ? 25,808. ഓക്കെ, അപ്പം 28ന് താഴെയാണ് ഈ ലോ വന്നിട്ടുള്ളത്. അതേ സമയത്ത് നമ്മളിവിടെ RSI നോക്കുകയാണെങ്കിൽ, നമ്മൾ RSI കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. RSI നോക്ക്. RSI ഇതാണ് RSI ഡൈവർജൻസ്. ഈ ലോ എത്രയാണ്? ഏകദേശം ഒരു 35. ഇതെവിടെയോ 37. ഡൈവർജൻസ് ഇല്ലേ? ഇവിടെ ഒരു RSI ഡൈവർജൻസ് ഇല്ലേ? സോ ഇത് നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻസ് അല്ലേ, മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. സോ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ലിങ് ചെയ്യാൻ പൈസ ഇല്ലാത്തവർ ഇന്നത്തെ എക്സ്പയറി എടുത്ത് ട്രേഡ് ചെയ്യരുത്. ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരും, കാരണം എക്സ്പയറി ഡേ ആണ്, നമുക്ക് ഒരുപാട് ലോസ് വരും. സോ നമുക്ക് ഈ ആഴ്ചത്തെ, അതായത് നവംബർ 4-ാം തീയതി ഒരു എക്സ്പയറി ട്രേഡ് ഇതിന്റെ മുകളിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് ഇവിടുന്ന് കിട്ടുമായിരുന്നു. ഓക്കെ, ഒന്നുകിൽ ഡേ ലോയിൽ ക്ലോസ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം, കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് അതിൽ ഹോൾഡ് ചെയ്യാം നാളത്തെ ഇതിൽ. ഓക്കെ, നാളത്തെ ട്രേഡിൽ. സോ ഇതാണ് ഇന്നത്തെ ഒരു എന്താ പറയാ, ടെക്നിക്കൽ അനാലിസിസിൽ നമുക്കൊരു എൻട്രി ഞാൻ പറഞ്ഞു തന്നെയാണ്. സോ നമ്മൾ ഡേ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഡേ ചാർട്ടിൽ ഇന്ന് വന്നിട്ടുള്ളത് ഡോജിയാണ് അല്ലെ. ഇത് നാളത്തെ അനാലിസിസിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഡേ ചാർട്ടിൽ ഇത് ഡോജിയാണ്. ഡോജി ആയതുകൊണ്ട് ഡോജിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഡോജിയുടെ ഹൈയും ലോയും ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ 26,000 ഈ ഹൈയുടെ തൊട്ട് താഴെയാണ്. 26,000 റൗണ്ട് നമ്പർ ആണ്, അതൊരു സൈക്കോളജിക്കൽ നമ്പറാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, അതായത് ഓപ്പൺ പൊസിഷൻ, സെല്ലേഴ്സിന് ഓപ്പൺ പൊസിഷൻസ് അവിടെ ഉണ്ട്. സോ 26,000 ഒരു ക്ലോസ് ചെയ്തിട്ട്, നാളെ 26,000 ഒരു ക്ലോസ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡില്, അതായത് ക്ലോസ് ചെയ്ത് മാത്രമല്ല, ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിലോട്ട് അടുത്ത ക്യാൻഡിൽ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി പോവാം. ഓക്കെ,
26,000 മുകളിൽ നമുക്ക് എൻട്രി പോയി ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 26,100 അല്ലെങ്കിൽ ഈ ഹൈ 26,996 ഓക്കെ 2696 എന്നുള്ള ആ ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അതിന്റെ മുകളിലോട്ട് 26,150 26,200 250 റൗണ്ട് നമ്പർ നമുക്ക് ടാർഗറ്റ് ആയിട്ട് തട്ട് പോവാം. അതല്ല മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്താലും നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് 25,720 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ താഴോട്ടുള്ള ഒരു ട്രേഡിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. അത് മാർക്കറ്റിനെ ബിയറിഷിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. ഓക്കെ, നമ്മുടെ 50 EMA ഓൺ ചെയ്യുകയാണെങ്കിൽ 50 EMAയുടെ മുകളിലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഒബ്വിയസ്ലി ബുള്ളിഷ് ആണ്. ഓക്കെ, മാർക്കറ്റ് ഇന്ന് ഫേക്ക് ആയിട്ട് താഴോട്ട് വന്നു. ഫേക്ക് ഇന്നത്തെ നമ്മൾ നോക്കണ്ട, ഇന്ന് എക്സ്പയറി ഡേ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പയറി ഡേ ആണ് ട്രേഡ് ചെയ്താൽ ലോസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ 50 EMAയുടെ മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അതല്ലാതെ തന്നെ ഫിബ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇവിടെ നിന്നല്ലേ മുകളിലോട്ട് പോയത്. സോ നമ്മുടെ ഹൈ ഇതല്ലേ. സോ നമ്മൾ ഇന്ന് ഫിബ് വരയ്ക്കുകയായിരുന്നെങ്കിൽ എന്താണ് ഫിബ് വരയ്ക്കുമ്പോൾ നമുക്കുള്ള ഒരു വ്യൂ നമുക്ക് നോക്കാം. ഓക്കെ, ഫിബ് നമ്മൾ ഈ ലോയിൽ നിന്ന് നമ്മൾ ഫിബ് ഈ ലോയിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടുന്ന തിരിഞ്ഞത് നിങ്ങൾ നോക്കിയേ. മാർക്കറ്റ് തിരിഞ്ഞിരിക്കുന്നത് 0618 എന്ന സോണിൽ. അതായത് നിങ്ങൾ ഫിബ് എടുത്തിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. 0618 ഈസ് എ പ്രീമിയം സോൺ അല്ലെ. പ്രീമിയം സോൺ എന്നാണ് ഈ സാധനം റിട്രേസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഫിബ് വെച്ച് നോക്കുകയാണെങ്കിലും മാർക്കറ്റ് ആ ഒരു പ്രീമിയം സോണിൽ നിന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ലോ മാർക്കറ്റ് എടുത്തിട്ടും ഇല്ല. അതായത് നമ്മൾ ലാസ്റ്റ് ഉണ്ടായ സിംഗ് ലോ മാർക്കറ്റ് എടുത്തിട്ടും ഇല്ല. സോ മാർക്കറ്റിൽ സ്റ്റിൽ ബുള്ളിഷ്നെസ് തന്നെയാണ് മാർക്കറ്റ്. ഇപ്പൊ 26,000 മുകളിൽ മാർക്കറ്റ് ഒരു സ്ട്രോങ് ക്ലോസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതായത് ഹയർ അതായത് പുതിയൊരു ഹൈ ചിലപ്പോൾ മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാർക്കറ്റ് അപ്പോൾ 25,720 ബ്രേക്ക് ചെയ്യുന്നവരെ, ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ താഴോട്ടൊരു ട്രേഡ് പോകത്തില്ല. ഓക്കെ, നമ്മൾ മുകളിലോട്ടുള്ള പ്രൈസ് ആക്ഷനെ ഇന്ന് നോക്കിയ പോലെ നമ്മൾ നോക്കത്തുള്ളൂ. അതായത് ഇന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ, നിങ്ങൾ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. താഴോട്ട് വരുമ്പോൾ നമ്മൾ ഒരിക്കലും താഴോട്ട് ട്രേഡ് എടുക്കരുത്. താഴോട്ട് വരുന്നതിനെക്കാട്ടി കൂടുതൽ മൊമെന്റം നമുക്ക് മുകളിലോട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ മുകളിലോട്ടൊരു പ്രൈസ് ആക്ഷൻ കിട്ടുന്നത് നോക്കിയിട്ട് വേണം നിൽക്കാൻ. ഇന്ന് പ്രൈസ് ആക്ഷൻ കിട്ടി. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഡബിൾ ബോട്ടം പോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ഹൈയുടെ മുകളിലോ ട്രേഡ് ചെയ്യാം. അതിനാണ് ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഈ RSI ഡൈവർജൻസ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത്. RSI ഡൈവർജൻസ് നമ്മൾ നോക്കി RSIനെ നമ്മളൊന്ന് വാച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു ചെറിയത് മനസ്സിലാവും. കാരണം പ്രൈസ് താഴോട്ട് വരുമ്പം RSI മൊമെന്റം മുകളിലോട്ടാണ്, അതായത് പ്രൈസിന്റെ മൊമെന്റം മുകളിലോട്ടാണ് പോകുന്നത്. ഇറ്റ്സ് മീൻസ് പ്രൈസിൽ മൊമെന്റം വരാൻ പോവുകയെന്നാണ് ആ ഒരു ഓക്സിലേറ്റർ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് നല്ല വോളിയത്തിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ലാസ്റ്റ് 2 ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വോളിയത്തിലാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയത്. ഓപ്പൺ ഇസിക്കൽ ടു ലോ, അതായത് എവിടെ ഓപ്പൺ ആയോ അവിടെ തന്നെ ക്ലോസ് ആയി. ഒരു ലോ ഉണ്ടാക്കാതെ തന്നെ ഒരു ലാസ്റ്റ് 3 മണിയുടെ ക്യാൻഡില്, അത് കഴിഞ്ഞ് 3:15 ക്യാൻഡിലും നല്ല വോളിയത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്ന 3 ക്യാൻഡിലും നല്ല വോളിയം ഉണ്ട്. സോ നമുക്ക് നാളെ നോക്കാം. മാർക്കറ്റ് 26,000 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ബൈ, അതായത് ഒരു കോൾ എൻട്രി എടുക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇതൊരു നോ ട്രേഡിംഗ് സോൺ ആയിട്ട് വെക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യണ്ട. ഓക്കെ, ഇത് മാർക്ക് ചെയ്ത് നിങ്ങളുടെ ഇന്ന് തന്നെ ഇടുക. നോ ട്രേഡിംഗ് സോൺ ആയിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ ഇടുക. ഓക്കെ, ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം ട്രേഡ് എടുത്താൽ മതി. ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യണ്ട. ഓക്കെ, ഈ ഏരിയയിലും ട്രേഡ് ചെയ്യണ്ട. 720 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബൈ സൈഡിലോട്ട് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിൽ ബുള്ളിഷ് ആയിട്ട് നിൽക്കുക. മാർക്കറ്റിൽ 26,000 മുകളിൽ ഒരു ക്ലോസ് വെച്ച് തരുമ്പോൾ മാർക്കറ്റിൽ ഒരു ബൈ എൻട്രി എടുക്കുക. 26,100 26,100 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.